മലയാളികളായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെയും എവുപ്രാസിയമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കേരളത്തിൽ നിന്നുള്ള സംഘങ്ങൾ ഇന്ന് യാത്ര തിരിക്കും. 1500ഓളം പേരാണ് ഇന്നും നാളെയുമായി കൊച്ചിയിൽ നിന്നും വത്തിക്കാനിലേക്ക് യാത്ര തിരിക്കുക. 15,000-ഓളം മലയാളികൾ 23-ലെ ചടങ്ങിൽ പങ്കെടുക്കാൻ വത്തിക്കാനിലെത്തുമെന്ന് സഭാവൃത്തങ്ങൾ അറിയിച്ചു. ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെയും എവുപ്രാസിയമ്മയെയും വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള സംഘങ്ങൾ ഇന്ന് വത്തിക്കാനിലേക്ക് യാത്ര തിരിക്കും. 1500ഓളം പേരാണ് കേരളത്തിൽ നിന്നും വത്തിക്കാനിലേക്ക് പോകുന്നത്. വത്തിക്കാനിലെ ചടങ്ങുകൾക്കായി ഭാരതത്തിന്റെ 5000 ദേശീയ പതാകകളും ചാവറയച്ചന്റെയും എവുപ്രാസിയമ്മയുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ബാനറുകൾ, തൊപ്പികൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൊച്ചിയിലെ ചാവറ കൾച്ചറൽ സെന്ററാണ് കേരളത്തിൽ നിന്നും തീർത്ഥാടകരെ വത്തിക്കാനിലെത്തിക്കുന്നത്. യാത്രയുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായതായി ഡയറക്ടർ ഫാദർ റോബി കണ്ണഞ്ചിറ CMI പറഞ്ഞു. 18-ാം തീയതി യാത്ര തിരിക്കുന്ന ആദ്യ സംഘത്തിൽ സാംസ്കാരിക നേതാക്കളും സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ള ആളുകളും പങ്കുചേരുകയാണ്. ഇറ്റലിയിലെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങൾ കൂടി കാണുവാനുള്ള അവസരം ഈ യാത്രയിൽ CMI സഭ വിശ്വാസികൾക്ക് ഒരുക്കിയിട്ടുണ്ട്. 23-ലെ വത്തിക്കാനിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ ചാവറയച്ചന്റെ തിരുശേഷിപ്പ് വൈസ് പോസ്റ്റലേറ്റർ ഫാദർ ജെയിംസ് മടത്തിൽക്കണ്ടം CMIയും എവുപ്രാസിയമ്മയുടെ തിരുശേഷിപ്പ് മദർ സുപ്പീരിയർ സിസ്റ്റർ സാങ്ഡ CMCയും പുഷ്പങ്ങൾ മന്ത്രി KC ജോസഫും വത്തിക്കാനിലെ അൾത്താരയിലേക്ക് വഹിക്കും. റിപ്പോർട്ടർ, കൊച്ചി.